നമ്മളിൽ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ ആയിരിക്കാം. ഇനി പുതിയൊരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ കാണുന്ന ഫണ്ടുകളിലെല്ലാം കയറി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു ചാടരുത്. കാരണം ധാരാളം ന്യൂ ഫണ്ട് ഓഫറുകൾ, അതായത് NFOകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. മ്യൂച്വൽ ഫണ്ട് ന്യൂ ഫണ്ട് ഓഫറുകൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നമ്മൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം NFOകൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. അപ്പോൾ ഇതിന്റെ എല്ലാം ആകർഷണം നെറ്റ് അസറ്റ് വാല്യൂ ആയ NAV വെറും 10 രൂപ എന്നുള്ളതാണ്. മറ്റു പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഒരേ സെക്ടറിലുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലതിന് 40 ആയിരിക്കാം, ചിലതിന്റെ NAV വാല്യൂ 80, ചിലതിന്റെ വാല്യൂ 100, 200 മുകളിലായിരിക്കാം. അങ്ങനെ വലിയ NAV വാല്യൂ ഉള്ള കമ്പനികളുടെ സ്കീമുകൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് കുറവായിരിക്കും. അപ്പം 100 രൂപയുടെ NAV വാല്യൂ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വെറും 100 യൂണിറ്റ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ 10 രൂപയുടെ NAV ഉള്ളതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മുടെ യൂണിറ്റ് 1000 യൂണിറ്റ് ആയിട്ട് മാറും. ഈ ഒരു കാര്യം തന്നെയാണ് ന്യൂ ഫണ്ട് ഓഫറുകളിലേക്ക് കൂടുതൽ ഡിമാൻഡ് ചെല്ലുവാനുള്ള കാര്യം. ന്യൂ ഫണ്ട് ഓഫറുകൾ മിക്കതും തന്നെ 10 രൂപയുടെ NAVയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് ഒരു 3 അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ NAV 20 ആയാൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഡബിൾ ആയി കിട്ടുകയാണ്. ആ ഒരു ചിന്താഗതിയാണ് നമ്മളെ പലപ്പോഴും ന്യൂ ഫണ്ട് ഓഫറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ലംസമായിട്ട്, അതായത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. 1 ലക്ഷം രൂപ 10 രൂപ NAV ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ നമ്മൾ 10,000 യൂണിറ്റ് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ NAV 10ൽ നിന്ന് 11 ആയാൽ നമ്മുടെ 1 ലക്ഷം രൂപ 1,10,000 രൂപയായിട്ട് വർദ്ധിക്കും. ഈ ഒരു തത്വം തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് NAV വാല്യൂ 10ലുള്ള പുതിയ ന്യൂ ഫണ്ട് ഓഫറുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകളുടെ ന്യൂ ഫണ്ട് ഓഫറുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവ ലോഞ്ച് ചെയ്യുന്ന ആ ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ സെക്ടർ അതിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ്. എക്സാമ്പിൾ ആയിട്ട് ഈയിടെ വന്നിട്ടുള്ള PSU NFOകളുണ്ട്. PSU സ്റ്റോക്കുകൾ പീക്കിൽ നിൽക്കുമ്പോഴാണ് ആ PSUവിന്റെ NFO പുതിയതായിട്ട് ഒരു കമ്പനി അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഡിഫൻസ്, ഇൻഫ്രയുടെ, പവർ സെക്ടറിലൊക്കെയുള്ള ഓരോരോ പുതിയ ന്യൂ ഫണ്ട് ഓഫറുകൾ കഴിഞ്ഞയിടകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം ആ ഒരു സെക്ടർ പീക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു പുതിയ NFO ആയിട്ട് ഓരോ കമ്പനികളിൽ ലോഞ്ച് ചെയ്തു വന്നത്. HDFCയുടെ ഡിഫൻസ് ഫണ്ട് എന്നുള്ള ആ ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് ഒരു വർഷത്തിൽ നോക്കിയത് 145% ഒക്കെ റിട്ടേൺ നൽകിയത് കണ്ടു. അതുവരെ സംസാരിക്കാതിരുന്ന ആ ഒരു ഫണ്ടിനെ കുറിച്ച് ധാരാളം കമന്റുകളും ഒപ്പീനിയനുകളും ഒക്കെ നിറയുന്നത് കണ്ടു. അതുപോലെ തന്നെ പുതിയ സ്കീമുകൾ ഡിഫൻസ് സെക്ടറിലുള്ള ഫണ്ടുകളുമായിട്ട് വന്നു. എന്നാൽ ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഡിഫൻസ് സെക്ടർ പീക്ക് ആകുന്നതിന് വളരെ മുമ്പാണ്. എന്നാൽ പുതിയ ഫണ്ടുകൾ അനൗൺസ് ചെയ്തത് ഈ ഒരു ഡിഫൻസ് സെക്ടർ ഹൈ ഗ്രോത്തിൽ നിൽക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു പീക്ക് ടൈമിലാണ്. അപ്പോൾ പല പല ഫണ്ടുകളും ന്യൂ ഫണ്ട് ഓഫറുകളായിട്ട് വരുന്നത് ആ ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെക്ടർ പീക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ്. എന്നാൽ ഇവയെല്ലാം ഒരു തീമാറ്റിക്സ് ആയതിനാൽ, അതായത് ഒരു സെക്ടർ സ്പെസിഫിക് ഫണ്ട് ആയതിനാൽ ആ ഒരു സെക്ടർ പീക്കിൽ നിൽക്കുമ്പോൾ NFO ആയതിനാലും വേഗം തന്നെ സ്റ്റോക്കുകൾ കറക്ഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു വരാം. ആ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂവും കുറഞ്ഞു പോകും. അതായത് ഒരു സെക്ടർ സ്പെസിഫിക് ഫണ്ട് ആയതിനാൽ ആ ഒരു സെക്ടറിൽ മാത്രമുള്ള സ്റ്റോക്കുകളായിരിക്കും ആ ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ളത്. ആ ഒരു സെക്ടർ ഫുൾ ആയിട്ട് ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ കറക്ഷൻ നടക്കുമ്പോൾ ആ ഒരു സെക്ടർ ഫുള്ളാണ് ഡൗൺ ആകുന്നത്. സോ അതിന്റെ NAV വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് 10 കുറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. 1 ലക്ഷം രൂപ നമ്മൾ 10 രൂപ NAV ഉള്ള ഒരു ഫണ്ടിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. NAV 11 ആയാൽ നമ്മുടെ വാല്യൂ 10,000 യൂണിറ്റ് 1 രൂപ വെച്ച് കൂടുകയാണ്. അപ്പോൾ 10,000 രൂപ കൂടി 1,10,000 ആയി. അതേസമയം നെറ്റ് അസറ്റ് വാല്യൂ ഈ ഒരു പീക്ക് ടൈമിൽ നിന്ന് പയ്യെ സ്റ്റോക്കുകൾ കറക്ഷൻ ചെയ്യുമ്പോൾ NAV 9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 നിന്ന് 10,000 രൂപ നമ്മുടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൺ ടൈം ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് റിട്ടേൺ എടുക്കാൻ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലിരിക്കണം. എന്നാൽ അധികം ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കാത്ത, എന്നാൽ ഒരു നോർമൽ സ്ഥിതിയിൽ പോകുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു കമ്പാരിറ്റീവ്ലി 6 മാസമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് റിട്ടേൺ ഒക്കെ ഉള്ള നോക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ടറും ആ ഒരു
ഫണ്ടിലുള്ള ഹോൾഡിങ്സ് ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ഇച്ചിരി ബെറ്റർ. എപ്പോഴും ന്യൂ ഫണ്ട് ഓഫറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു ചാടേണ്ട. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ സെക്ടറിൻ്റെ പെർഫോമൻസും പാസ്റ്റ് പെർഫോമൻസ് അതിൻ്റെ അകത്തെ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ന്യൂ ഫണ്ട് ഓഫറുകളിൽ ഒടുത്തിയാടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളും കൂടെ പരിഗണിക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്.